ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് CT110ൻ്റെ യൂസർ റിവ്യൂമായിട്ടാണ്. ഞാനിപ്പോൾ ഈ വണ്ടി 9 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. വണ്ടി ഇതിപ്പോൾ ഞാൻ 6 സംതിങ് അടുപ്പിച്ച് വണ്ടി ഓടിയിട്ടുണ്ട്. വണ്ടി ഉപയോഗിക്കാനും കാര്യങ്ങൾക്കൊക്കെ വണ്ടി ഓക്കെയാണ്. പിന്നെ ചെറിയ ചെറിയ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളൊക്കെ ഈ വണ്ടിക്കുണ്ട്. അതിലൊന്നാണ് ഈ വണ്ടിയുടെ നെഗറ്റീവ്, ഏറ്റവും വലിയ നെഗറ്റീവാണ് ഒന്ന് ഈ ചെയിൻ കവർ ഇതാ തകരെ അടിക്കുന്നതിനൊക്കെയാണ് അടിക്കുന്നത് വണ്ടിയുടെ ചെയിൻ കവർ. പിന്നെ വണ്ടിയുടെ ചെറിയ ചെറിയ ടാങ്ക് കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങൾ. ബാക്കി എങ്ങനെ നോക്കിയാലും വണ്ടി ഓക്കെ. വണ്ടി 6000 സംതിങ് ഓടിയിട്ടും വണ്ടിക്ക് എൻജിൻ നോയ്സ് കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നുള്ളത് ഈ ബോഡിക്കകത്തുനിന്നുള്ള ചെറിയ വൈബ്രേഷൻ കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. ഇതിലേറ്റവും വലിയ അന്തരമാണ് ഈ ഫ്രണ്ടിൽ വരുന്ന നമ്പർ പ്ലേറ്റ്. ഭയങ്കര ബോറാണ്. അത് ഞാൻ നമ്പർ പ്ലേറ്റ് നൈസായിട്ട് താഴെ ഇറക്കി വെച്ചു. അപ്പോൾ വണ്ടിയുടെ ലുക്ക് തന്നെ വേറെ മൂഡായി. ഞാൻ ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് സ്പ്ലെൻഡർ ഇതെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയത്. സ്പ്ലെൻഡർ, ഷൈന് ഇതൊക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടും ഇഷ്ടപ്പെടാതെ വന്നപ്പോഴാണ് ഞാൻ പോയി CT110 എടുത്തത്. 70 മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ എനിക്ക് ഇതിൽ വന്ന ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാൽ വണ്ടി എടുത്ത് 500 കിലോമീറ്റർ കഴിയുമ്പോൾ വണ്ടിക്ക് ഓയിൽ ലീക്ക്, ഗിയർ ഷാഫ്റ്റ് കംപ്ലൈൻറ്റ് ഇതെല്ലാം വന്നു. അതിൻ്റെയും കാര്യങ്ങളെല്ലാം വന്നു. ഞാൻ അത് കമ്പനി ഇൻഫോം ചെയ്തപ്പോൾ അവർ അപ്പം തന്നെ വണ്ടി ക്ലിയർ ചെയ്ത് തന്നു. ഈ വണ്ടി ഗിയർ ഇടുമ്പോഴത്തേക്ക് സ്ലിപ്പായി പോലും കാര്യങ്ങളും ഗിയർ ലിവർ അവിടെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കമ്പനി ഇൻഫോം ചെയ്തപ്പോൾ അവരപ്പം തന്നെ വണ്ടി ക്ലിയർ ചെയ്ത് തന്നു. പിന്നെ വണ്ടി ഒരു സ്പോർട്ടി ലുക്കൊന്നും തരും. അതിലുള്ള ഇൻഡിക്കേറ്റർ, ആ മിറർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ സൈലൻസറൊന്നും സ്ക്രാച്ച് ആയിരിക്കാൻ വേണ്ടി സാരി ഗാർഡ് ലെഫ്റ്റും റൈറ്റും ഉണ്ട്. വണ്ടി ഒരു പെട്ടെന്ന് നോക്കിയൊരു അട്രാക്ഷൻ തോന്നുന്നു വണ്ടി കണ്ട്. ചില ഭാഗങ്ങൾ പെയിൻ ക്വാളിറ്റിയുടെ ആണോ എന്ത് മെറ്റീരിയലിൻ്റെ ആണോ അറിയാൻ വയ്യ. വണ്ടി തുരുമ്പ് പിടിക്കും, നല്ല രീതിയിൽ തുരുമ്പ് പിടിക്കും. അതിലൊന്ന് വേണ്ട ഇവിടെ, പിന്നെ വേണ്ട ഈ സൈഡിൽ, ഇതൊക്കെ നല്ല രീതിയിൽ വണ്ടി തുരുമ്പ് പിടിക്കുന്നുണ്ട്. ഇത് കമ്പനി ഇൻഫോം ചെയ്തവരെങ്കിൽ വണ്ടി റീപെയിൻറ്റ് ചെയ്തെന്ന് ആ സൈഡൊക്കെ, എന്നിട്ടും തുരുമ്പ് കൊടുത്തതിനൊരു കുറവുമില്ല. വണ്ടി 95 രൂപയ്ക്ക് വണ്ടി വെറുത്ത. നമ്മളെ സിംഗിൾ യൂസിന് ഉപയോഗിക്കാം. പിന്നെ ബജാജ് ഒറ്റക്കൈ ഉപയോഗിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. കൈമാറി വണ്ടി ഓടിക്കഴിഞ്ഞാൽ വണ്ടി അലക്കും. പിന്നെ നമ്മൾ എത്ര പൈസ കൊടുത്ത് വണ്ടി ചിലവാക്കി പണിഞ്ഞാലും ആ ഒരു സ്മൂത്ത് വണ്ടി കിട്ടത്തില്ല. അലന്ന് പോയി കഴിഞ്ഞാൽ പോക്ക വണ്ടി. ഏത് സൈഡിൽ നോക്കിയാലും വണ്ടി ലുക്ക് തന്നെ. നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ ഇരിക്കുന്നത്. ഞാൻ 9 മാസമായിട്ട് വണ്ടി നീറ്റായിട്ടാണ് കിടക്കുന്നത്. എപ്പോഴും വാഷ് ചെയ്ത് 2 ആഴ്ച വണ്ടി വാഷ് ചെയ്ത് കുട്ടപ്പനാക്കി വെക്കും. എന്നാലേ വണ്ടി ലാസ്റ്റ് ചെയ്തില്ല. പ്രത്യേകിച്ച് ബജാജ് നമ്മളെപ്പോഴും കെയർ ചെയ്യണം. മറ്റ് വണ്ടികളെ കണക്കല്ല, നമ്മൾ അത്രയും കെയർ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വണ്ടി നശിക്കത്തില്ല, അല്ലെങ്കിൽ നശിച്ചു പോകും. ഇതിലേറ്റവും വലിയ എന്തിനാണ് ഈ ചെയിൻ കവർ. ബാക്കിയെല്ലാം നമുക്ക് ഓക്കെയാണ്. ഈ ചെയിൻ കവർ ചെറിയൊരു കട്ടലിലും കാര്യങ്ങളിലെല്ലാം കയറി കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ടും കാര്യം. എഞ്ചിൻ ഭാഗം നല്ല ചെറിയ രീതിയിലൊക്കെ ഹീറ്റിങ് അനുഭവപ്പെടുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ചെറിയ എഞ്ചിനും കാര്യങ്ങളാണെങ്കിലും വണ്ടി ഹീറ്റിങ് അനുഭവപ്പെടുന്നുണ്ട് വണ്ടിക്ക് നിന്ന്. പുതിയ വണ്ടിയാണെങ്കിൽ വണ്ടി ഓടി സെറ്റായിട്ടൊന്നുമില്ല എഞ്ചിൻ, അത് വേറെ. അത് പിന്നെ വണ്ടി നൈസാണ്, കാണുമ്പോൾ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഏറ്റവും വലിയ ബോറായിരുന്ന നമ്പർ പ്ലേറ്റ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ലുക്കായി. നമ്പർ പ്ലേറ്റൊക്കെ വേറെ ക്ലാമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സ്പ്ലെൻഡറിൻ്റെ ഫ്രണ്ട് നമ്പർ പ്ലേറ്റിൻ്റെ ക്ലാമ്പ് സെറ്റ് ചെയ്ത് കയറ്റിയാൽ മതി. അപ്പോഴത്തേക്ക് വണ്ടി വേറെ ലുക്കാവും. റേഞ്ചിൽ കിട്ടുന്ന ഏറ്റവും നല്ല സീറ്റും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത്. കാര്യം വെച്ചാൽ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് സീറ്റിന്. നമുക്ക് ഇരുന്ന് വിശാലമായിട്ട് പോകാം സീറ്റിൽ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇറങ്ങുന്ന സ്പ്ലെൻഡറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു കംഫർട്ട് കിട്ടത്തില്ല. ഇത് പിന്നെ അത്യാവശ്യം കുഷ്യനും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റാണ്. അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് ഇരുന്ന് പോവാം. ഒരു അത്യാവശ്യം ലോങ് റൈഡൊക്കെ പോകുമ്പോഴും വലിയ മടുപ്പ് നമുക്ക് വണ്ടിയിൽ തോന്നത്തില്ല. ആലപ്പുഴ വരെയൊക്കെ വണ്ടി ഓടിച്ച് പോയി ഞാൻ കൊല്ലത്തുനിന്ന്. വലിയ കുഴപ്പമില്ല വണ്ടി. പിന്നെ ഒരു 80 ആ റേഞ്ചിലൊക്കെ വണ്ടി
സുഖമായിട്ട് പോകും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും വണ്ടി കയറും. പിന്നെ നമ്മൾ ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്ത് വണ്ടി കയറ്റണം. 115cc വണ്ടിയല്ലേ, നമ്മൾ 80 സുഖമായിട്ട് വണ്ടി ഓടി കയറി നിൽക്കും. പിന്നെ നമ്മൾ ഓവറായിട്ട് സ്ട്രെച്ച് ചെയ്താൽ വണ്ടി 90 എബോവൊക്കെ വണ്ടി കയറി വരും. അലോയിലൊക്കെ ഒരു ബ്ലൂ സ്റ്റിക്കറും കൂടെ കയറിയപ്പോഴത്തേക്ക് വണ്ടി അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ലുക്ക് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്കിഷ്ടമാണ് വണ്ടി. ഇപ്പോൾ ഓടിച്ച് 9 മാസം 6000 സംതിങ് കിലോമീറ്റർ വണ്ടി ഓടിയപ്പോഴത്തേക്ക് വണ്ടി എനിക്കിഷ്ടപ്പെട്ടു. ആദ്യം ഞാൻ എൻ്റെ റെഡ് എടുക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ എല്ലാവരും പറയും റെഡിനെക്കാട്ടി ബെറ്റർ ബ്ലൂ ആയിരിക്കും. ബ്ലൂ ആകുമ്പോഴത്തേക്ക് വണ്ടി കഴുകും തോറും വണ്ടിക്ക് തെളിച്ചം കൂടി വരും. ഈ വണ്ടിയൊക്കെ ഫുൾ സെൻസറും കാര്യങ്ങളായതുകൊണ്ട് നമ്മൾ എപ്പോഴും ഷോറൂം സർവീസ് ചെയ്യുന്നതാണ് ബെറ്റർ. അവർ പറയുന്ന കമ്പനി സർവീസ് അങ്ങ് ചെയ്ത് കൊടുക്കണം. കാര്യം വെച്ചാൽ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അവർ കൈമലത്തും. ഞാൻ ഈ വണ്ടി ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് വണ്ടിക്ക് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ വന്നത്. സർവീസ് കഴിഞ്ഞ് വണ്ടിക്ക് മിസ്സിങ്, ഓയിൽ ലീക്ക്, ഗിയർ സ്ലിപ്പിങ് കാര്യങ്ങളെല്ലാം വന്ന് ഞാൻ അങ്ങനെ എൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് അവർ ഇതെല്ലാം വണ്ടി ക്ലീനാക്കി നീറ്റാക്കി വണ്ടി എൻ്റെ തന്നു. കുഴപ്പമില്ല സർവീസ്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ തുരുമ്പ വണ്ടി. പിന്നെ വണ്ടിയുടെ സൈലൻസറിൻ്റെ സൗണ്ട് ഒന്ന് ഏൽപ്പിച്ചിരിക്കണം. ആർക്കും ഒരു സ്മൂത്ത് സൗണ്ടാണ് വണ്ടിക്കകത്തുനിന്ന് വരുന്നത്. വലിയ കുഴപ്പങ്ങളില്ലാത്ത സൗണ്ട്. അങ്ങനെ വണ്ടിയുടെ ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം ഇതൊക്കെ നമുക്ക് പഴയ CT 100 ആയിട്ട് ഒന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല വണ്ടി. കാര്യം വെച്ചാൽ നല്ല വണ്ടിക്ക് വെയിറ്റ് കാര്യങ്ങൾ, നീളം, ലെങ്ത്. പഴയ CT എന്നൊക്കെ നമ്മൾ കൈ കൊടുത്തെടുക്കുമ്പോൾ ചാടി ഫ്രണ്ട് വങ്ങി നിൽക്കുമത്. ഇതങ്ങനത്തെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്ന് വെച്ചാൽ പഴയ CT ആയിട്ട് നമുക്ക് ഒരിക്കലും വണ്ടി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ ഒരു ഓഫ് റോഡ് ലുക്കൊക്കെ വണ്ടി. ആ ഹെഡ്ലൈറ്റിനകത്തുള്ള ഈ പ്രൊട്ടക്ഷനും പിന്നെ മൾഗാർഡിൻ്റെ ഹൈറ്റ്, ആ എൻജിൻ ഗാർഡൊക്കെ പക്ക ഓഫ് റോഡിൻ്റെ ഒരു ഫീലിലാണ് ആ എൻജിൻ ഗാർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രേക്ക് പെഡലിനകത്ത് ബൂട്ട്. ഗായ്സ്, ഇത് കൊടുക്കുന്ന പൈസയ്ക്ക് വണ്ടി വെറുത്ത. കാര്യം വെച്ചാൽ ഇപ്പം നിലവിലിറങ്ങുന്ന വണ്ടികളിൽ വെച്ച് ബെസ്റ്റ് ഇതാണ്. കാര്യം വെച്ചാൽ സ്പ്ലെൻഡറിന് ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടി, ബാക്കിയുള്ള 100cc ഫ്യൂൽ ഇഞ്ചക്ഷൻ വണ്ടികളാണ് കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ വെച്ച് വേണമെങ്കിൽ കാർബേറ്റർ വണ്ടി നമുക്ക് ചെറിയ മിസ്സിങ്ങും കാര്യങ്ങളും വന്നാൽ തന്നെ കാർബേറ്റർ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ചിലപ്പോൾ മറ്റേതൊക്കെയാണെങ്കിൽ ചിലപ്പോൾ ഫ്യൂൽ പമ്പ് വരെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതാണ് ബെറ്റർ. പിന്നെ മെയിൻ്റെനൻസ് കുറവാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്. ബജാജിൻ്റെ ആണ് മെയിൻ്റെനൻസ് കുറവാണ്. സ്പെയർ എപ്പോൾ വേണമെങ്കിലും കിട്ടും. അങ്ങനത്തെ കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ ഷോറൂമിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കണം. പിന്നെ ബജാജാണ് നമ്മൾ എടുത്ത് കുറേ നാളുകൾക്ക് ശേഷം വണ്ടി കൊടുക്കുമ്പോൾ വണ്ടിക്ക് വില കിട്ടാൻ പാടാണ്. പക്ഷെ മറ്റ് വണ്ടികളെ അപേക്ഷിച്ച് ഇതിന് എപ്പോഴും റീസെയിൽ വാല്യൂ കുറവാണ് വണ്ടിക്ക്. അപ്പോൾ ഇത്ര ഉള്ളൂ ഗായ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. ഓക്കെ.